ഈ വാർത്തകളൊക്കെ കണ്ട സ്ഥിതിക്ക് നമ്മുടെ ഈ മഴയൊക്കെ ആണല്ലോ, മഴയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ജാഗ്രത പാലിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാലേ, നമ്മുടെ നാട്ടിൽ ഈ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പനി. മെയ് മാസത്തിൽ മാത്രം 1,48,964 പേരാണ് ചികിത്സ തേടിയിരിക്കുന്നത്. ഈ വർഷം മാത്രം പനി, ഡെങ്കിപ്പനി, എലിപ്പനി എന്നിവയൊക്കെ ബാധിച്ച് സംസ്ഥാനത്ത് മരണപ്പെട്ടത് 47 പേരാണ്. കാലവർഷം എത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ പകർച്ചവ്യാധികളിൽ ജാഗ്രതാ നിർദ്ദേശവുമായി മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പും കർശനമായ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. മീര മനോഹരനോട് ചോദിക്കാം. മീര, ഈ പകർച്ചപ്പനികൾ ഉയർന്നു പിടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പാലക്കാടും കോട്ടയത്തും ഒക്കെ എനിക്ക് തോന്നുന്നു കടുത്ത ജാഗ്രതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കുറച്ച് നമുക്ക് ചെറിയൊരു ആശങ്കയ്ക്ക് ആക്കം കൂട്ടുന്ന രീതിയിൽ കോവിഡ് വ്യാപനം കൂടി സംസ്ഥാനത്തുണ്ട് എന്ന വിവരങ്ങൾ കൂടി വരുന്നു. തീർത്തും നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ? ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ അനുസരിച്ച് എങ്ങനെയാണ് കാര്യങ്ങൾ? സേതു, കാലവർഷം ഒക്കെ വരാനിരിക്കുന്ന സാഹചര്യമാണ്. അല്പം ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ് ഈ പനിയുടെ കണക്ക് എന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കിപ്പോൾ ലഭിക്കുന്നത് 22-ാം തീയതി വരെയുള്ള കണക്കാണ്. ആ കണക്ക് പ്രകാരം മാത്രം 22-ാം തീയതി മാത്രം 8,944 പേരാണ് പനിയുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയിട്ടുള്ളത്. മെയ് മാസത്തിൽ ആകെ 1,48,964 പേർ പനി മാത്രം ബാധിച്ച് ചികിത്സ നേടി. അത് ഈ വർഷം ആകെ 6 മരണം പനിയുമായി ബന്ധപ്പെട്ട് മാത്രം 6 മരണം ഉണ്ടായി എന്നുള്ളതും ഞെട്ടിപ്പിക്കുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പനി പോലെ തന്നെ ഡെങ്കിപ്പനിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 22-ാം തീയതി മാത്രം 51 പേരാണ് ചികിത്സ തേടിയത്. ഈ മെയ് മാസം ആകെ 750 പേർ ചികിത്സ നേടി. ഈ വർഷം ആകെ 8 മരണം ഉണ്ടായി എന്നുള്ളതാണ് ഡെങ്കിപ്പനിയുടെ കേസിൽ പറയാനുള്ളത്. എലിപ്പനിയുടെ കേസിലേക്ക് വരുമ്പോൾ 22-ാം തീയതി മാത്രം 14 പേരായിരുന്നു ചികിത്സ തേടിയത്. എന്നാൽ മെയ് മാസത്തിൽ ആകെ 139 പേർ ചികിത്സ നേടി. അതിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സേതു, മെയ് മാസത്തിൽ മാത്രം എലിപ്പനി ബാധിച്ച് 8 മരണം സംസ്ഥാനത്ത് ഉണ്ടായി എന്നുള്ളതാണ്. ഈ വർഷം ആകെ 33 മരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ 3 പനികൾ നോക്കുന്ന സമയത്ത് എലിപ്പനിയിലാണ് ഈ മാസം ആകെ കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് 33 മരണമാണ്. നമുക്ക് ജില്ല തിരിച്ചുള്ള ഒരു കണക്കിലേക്ക് കൂടി പോയാൽ 22-ാം തീയതി മാത്രം ആകെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8,944 പേർ ചികിത്സ തേടി. അതിൽ തന്നെ ഓരോ ജില്ലകളുടെയും കണക്കെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചികിത്സ തേടിയത് മലപ്പുറം ജില്ലയിലാണ്. 2,008 പേരാണ് പനി മാത്രം ബാധിച്ച് മലപ്പുറം ജില്ലയിൽ ചികിത്സ തേടിയത്. 2-ാം സ്ഥാനത്തേക്ക് വരുന്നത് പാലക്കാട് ജില്ലയായിരുന്നു. 801 പേരാണ് ഇത്തരത്തിൽ പനി ബാധിച്ച് ചികിത്സ നേടിയത്. 3-ാമത് തൃശ്ശൂരാണ്. അവിടെ 779 പേർ ചികിത്സ തേടി. ഇനി ഡെങ്കിപ്പനിയുടെ കേസിലേക്ക് വരുമ്പോൾ സേതു, 22-ാം തീയതി മാത്രം 234 പേരാണ് ഈ ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സ നേടിയിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ എന്നുള്ളത് എറണാകുളം ജില്ലയിലാണ്, 55 പേർ. ഏറ്റവും കുറവ് എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഒരാൾ മാത്രമാണ് ഇത്തരത്തിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഈ മെയ് മാസത്തിൽ ചികിത്സ തേടിയിട്ടുള്ളത്. എലിപ്പനിയുടെ കേസിലേക്ക് വരുമ്പോൾ 22-ാം തീയതി മാത്രം 14 പേർ ചികിത്സ തേടി. അതിൽ ഏറ്റവും കുറവ് കോഴിക്കോട് ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ വരുന്നത് മറ്റു ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ സംഖ്യ വരുന്നത്. എന്തായാലും ഈ പനിയുടെ വ്യാപനം പറഞ്ഞതുപോലെ മഴയൊക്കെ വരുന്ന സമയത്തെ ഇത് കുറച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ പുറത്തിറങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ കുട്ടികളുള്ളവരൊക്കെ കുറച്ചും കൂടെയൊക്കെ ശ്രദ്ധിക്കണം. ഈ വെള്ളം, ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് പിന്നെ നമുക്ക് കിട്ടുന്ന പുറത്തിറങ്ങിയുള്ള വെള്ളം കുടിയും കാര്യങ്ങളൊക്കെ കുറച്ച് സീനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ എലിപ്പനി, ഡെങ്കിപ്പനി ഇതിനൊക്കെ പുറമെയാണ് കോവിഡ് വ്യാപനവും ചെറിയ രീതിയിലൊക്കെ സംസ്ഥാനത്തുണ്ട്. നമ്മൾ കോവിഡിനെയൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നും തുരത്തിയതാണ്. ആ ഒരു വലിയൊരു കോവിഡിനെയൊക്കെ അതിജീവിച്ച് വന്നവരാണ് നമ്മൾ. വീണ്ടും ആ ഒരു കാലത്തേക്ക് പോവുക എന്ന് പറയുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ചത് ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്കൊക്കെ കൊണ്ടുവിടും. അതുകൊണ്ട് ഈ മറന്ന ചില ശീലങ്ങൾ കൂടി നമുക്ക് ഒന്നുകൂടിയൊക്കെ തുടങ്ങാം. മാസ്ക് ഒക്കെ ധരിക്കുക. മാസ്ക് ധരിക്കുന്നത് ഇപ്പോൾ കോവിഡിനെ പ്രതിരോധിക്കാൻ മാത്രമല്ല, ഏത് രോഗത്തെ പ്രതിരോധിക്കാനും ഒക്കെ മാസ്കാണ് ഏറ്റവും നല്ല മാർഗം. അപ്പോൾ മാസ്ക്, പൊതു സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ മാസ്ക് ധരിക്കുക, പൊതു ഗതാഗതങ്ങൾ ഉപയോഗിക്കുന്നവർ മാസ്ക് ധരിക്കുക, കൈയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് സോപ്പൊക്കെ ഇട്ട് സാനിറ്റൈസൊക്കെ ചെയ്യുക. അങ്ങനെ നമുക്കൊരു സ്വയം ശുചീകരണമൊക്കെ നടത്തിയാൽ തന്നെ നമുക്ക് ഈ രോഗങ്ങളെയൊക്കെ ഒരു പരിധിക്കപ്പുറം മാറ്റി നിർത്താൻ കഴിയും.